ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിന്റെ അടിസ്ഥാനത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുന്ന മുതിർന്ന നേതാവ് ജി സുധാകരനെതിരെ CPM കർശന നടപടിയെടുക്കാൻ സാധ്യത. സ്വർണ്ണപ്പാളി മോഷ്ടിച്ചു കൊണ്ടുപോയതിൽ നമ്മൾ നമ്പർ 1 ആണെന്നും നടക്കുന്ന വൃത്തികേടുകളിലെല്ലാം മുൻപന്തിയിലാണെന്നും കോൺഗ്രസ് വേദിയിൽ സുധാകരൻ പറഞ്ഞതാണ് CPM നേതൃത്വത്തെ പ്രകോപിപ്പിക്കുന്നത്. തരം താഴ്ത്തലും 2 തവണ ശാസനയും നേരിട്ട ജി സുധാകരനെതിരെ ഇനി എന്തു നടപടി ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രവർത്തകരും ഉറ്റുനോക്കുന്നത്. സ്വർണ്ണപ്പാളി വിവാദമായപ്പോൾ മുൻകാല ചരിത്രം കൂടി അന്വേഷിക്കണമെന്ന ആവശ്യമുന്നയിച്ച് മുൻ ദേവസ്വം മന്ത്രിയായിരുന്ന തന്നെ കൂടി അതിൽ ഉൾപ്പെടുത്താനുള്ള ഗൂഢനീക്കം നടന്നെന്നാണ് ജി സുധാകരൻ പറയുന്നത്. ആലപ്പുഴയിൽ KPCC സാംസ്കാരിക സാഹിതിയുടെ ക്യാമ്പിൽ പങ്കെടുക്കവെയാണ് സർക്കാരിനെതിരെ ജി സുധാകരൻ ആഞ്ഞടിച്ചത്. കേരളം എല്ലാത്തിലും നമ്പർ 1 ആണെന്ന് മത്സരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പറയുന്നത് കൊണ്ടായില്ല. ഇവിടെ എന്തൊക്കെ വൃത്തികേടുകൾ നടക്കുന്നു, അതിലും മുൻപന്തിയിലാണ്. സ്വർണ്ണപ്പാളി മോഷ്ടിച്ചു കൊണ്ടുപോയി, അതിലും നമ്പർ 1 ആണെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് വേദിയിൽ നിന്ന് സർക്കാരിനെ വിമർശിച്ച സുധാകരന്റെ നടപടി അതീവ ഗൗരവത്തോടെയാണ് CPM കാണുന്നത്. സ്വർണ്ണപ്പാളി വിവാദമുണ്ടായപ്പോൾ മുതൽ സർക്കാരിന്റെ പിടിപ്പുകേടായി സംഭവത്തെ ചിത്രീകരിക്കാൻ സുധാകരൻ മനഃപൂർവ്വം ശ്രമിക്കുന്നതായും പാർട്ടി നേതൃത്വം വിലയിരുത്തുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെടുക്കണമെന്ന അഭിപ്രായം ചില നേതാക്കൾക്കിടയിൽ ഉയരുന്നത്. മുതിർന്ന നേതാവായ ജി സുധാകരന് പാർട്ടി അച്ചടക്ക നടപടികൾ പുതുതല്ല. താക്കീത്, ശാസന, പരസ്യ ശാസന, തരം താഴ്ത്തൽ, സസ്പെൻഷൻ, അംഗത്വത്തിൽ നിന്ന് പുറത്താക്കൽ എന്നിങ്ങനെയാണ് CPMലെ അച്ചടക്ക നടപടിയുടെ ആരോഹണക്രമം. ഇതിൽ പരസ്യ ശാസനയും തരം താഴ്ത്തലും സുധാകരൻ നേരിട്ട് കഴിഞ്ഞു. 2 തവണയും പാർട്ടിക്കെതിരെ പ്രവർത്തിച്ചെന്ന ആരോപണം ഉന്നയിച്ചായിരുന്നു നടപടി. 2002 പാർട്ടി പിടിക്കാൻ നടത്തിയ ശ്രമങ്ങളുടെ ഭാഗമായി വിഭാഗീയത ആരോപിച്ച് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ജില്ലാ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തുകയായിരുന്നു. എന്നാൽ അടുത്ത സമ്മേളനത്തോടെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് തിരികെ എത്തിയ സുധാകരൻ ആലപ്പുഴ ജില്ലയിലെ എതിരാളികളില്ലാത്ത നേതാവായി ഉയർന്നു. VS അച്യുതാനന്ദന്റെ വിശ്വസ്തനായിരുന്ന സുധാകരൻ കളം മാറി പിണറായി പക്ഷത്തായതോടെ ആലപ്പുഴ ജില്ലയിലെ പാർട്ടിയിൽ VSന്റെ സ്വാധീനം നഷ്ടമായി തുടങ്ങി. വിഭാഗീയത വലിയ പ്രശ്നമായിരുന്ന കാലത്ത് സുധാകരന്റെ നിലപാടുകൾക്കനുസരിച്ചായിരുന്നു പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ സഞ്ചാരം. പിണറായിയോടുള്ള അടുപ്പം സംഘടനാ രംഗത്തും പാർട്ടിയിലും സുധാകരനെ കരുത്തനാക്കി. VS മന്ത്രിസഭയിൽ മന്ത്രിയായി. 1ാം പിണറായി സർക്കാരിലും സുപ്രധാന വകുപ്പ് ലഭിച്ചു. സുധാകരൻ തോമസ് ഐസക് പോർ പാർട്ടിയിൽ പലപ്പോഴും തർക്കങ്ങൾക്കിടയാക്കിയെങ്കിലും സുധാകരനായിരുന്നു പാർട്ടിയിൽ മുൻഗണന. ഒരു തവണ കൂടി അമ്പലപ്പുഴ സീറ്റ് പ്രതീക്ഷിച്ച സുധാകരന് വലിയ മാനസികാഘാതമായിരുന്നു സീറ്റ് നിഷേധിക്കൽ. വളരെ കാലം മുൻപ് തന്നെ ആലപ്പുഴയിലെ പാർട്ടിയിൽ ഒതുക്കപ്പെട്ടിരുന്ന ഐസക് പ്രതിഷേധിക്കാതെ പാർട്ടി തീരുമാനം അംഗീകരിച്ചപ്പോൾ സുധാകരൻ തെറ്റായ വഴിയിൽ സഞ്ചരിച്ചു എന്നാണ് പാർട്ടി തന്നെ കണ്ടെത്തിയത്. പിണറായി അടക്കമുള്ളവരുടെ പിന്തുണയാണ് പരസ്യ ശാസനയിൽ നടപടി ഒതുക്കിയത്. പിന്നീട് പിണറായി വിജയനുമായി സുധാകരൻ അകലുകയായിരുന്നു. ആലപ്പുഴയിലെ പാർട്ടിയിലും സുധാകരൻ ദുർബലനായി. മന്ത്രി സജി ചെറിയാൻ ആലപ്പുഴയിലെ പാർട്ടി ശക്തി കേന്ദ്രമായതോടെ സുധാകരന്റെ കൂടെയുണ്ടായിരുന്ന വിശ്വസ്തരിൽ പലരും കളം മാറുകയും ചെയ്തു.